മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൽ എറണാകുളത്തെ മിക്കയിടങ്ങളും വെള്ളം നമസ്കാരം. പെരിയാറിൽ കഴിഞ്ഞ ദിവസം ശ്വാസം കിട്ടാതെ പിടഞ്ഞത് പതിനായിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി കൂടിയായിരുന്നു. എന്നാൽ പെരിയാറിൽ ആ മാലിന്യം തള്ളിയ കമ്പനി അടച്ചുപൂട്ടുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വാർത്തയിലേക്ക് നമുക്ക് എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കടുത്ത നടപടി. മാലിന്യം തള്ളിയ കമ്പനി അടച്ചുപൂട്ടും. ഉത്തരവ് നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ്. കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തൽ. ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF. എക്സൈസ് ടൂറിസം മന്ത്രിമാർ രാജിവെക്കണം. മന്ത്രിമാർ അറിയാതെ ബാർ ഉടമകളുടെ സംഘടന ചർച്ച നടത്തില്ലെന്നും MM ഹസൻ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. എറണാകുളത്തും തൃശൂരും വെള്ളക്കെട്ടിൽ വീണ് മരണം. കാസർകോട് ബെള്ളൂരിൽ ഇടിമിന്നലേറ്റ് വയോധികൻ മരിച്ചു. മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോട്ടയം കുറുപ്പംതറ കടവിൽ കാർ വെള്ളത്തിൽ വീണു. അപകടത്തിൽപ്പെട്ടത് ആന്ധ്ര സ്വദേശികൾ. കാർ മറിഞ്ഞത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രക്കിടെ. കാസർകോട് ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ അലയൻസ് ഇൻഡസ്ട്രീസിനെതിരെ നടപടി. കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. കമ്പനി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും മലിനീകരണം നടത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജലസേചന വകുപ്പിനെ കുറ്റപ്പെടുത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് രംഗത്ത് വന്നിരുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം. അതേസമയം പെരിയാറിൽ വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസ്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം നടത്തിയ 7 അംഗ സമിതിയുടേതാണ് റിപ്പോർട്ട്. അമോണിയയും സൾഫൈഡുമാണ് അപകടകരമായ തോതിൽ വെള്ളത്തിലുണ്ടായിരുന്നത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, കഴിഞ്ഞ ദിവസം ഏറെ വേദനയോടുകൂടി കേട്ടൊരു വാർത്തയായിരുന്നു. പെരിയാറിൽ രാസമാലിന്യത്തിന്റെ അളവ് കൂടിയത് മൂലം, രാസമാലിന്യം നിറച്ചത് മൂലം 10,000-കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങിയെന്ന വാർത്ത. ആ രാസമാലിന്യം പുഴയിലൊഴുക്കിയ അലയൻസ് ഇൻഡസ്ട്രീസിനെതിരെ ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നു. പൂട്ടുവീഴും അല്ലെ? ഭവ്യ, ഇതിൽ ഒരു കമ്പനി മാത്രമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇതിൽ ഏറ്റവും ആദ്യം നടപടി സ്വീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിക്കെതിരെയാണ്, അലൈൻ പ്രൊഡക്റ്റിനെതിരെയാണ്. അത് തുടക്കത്തിൽ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിൽ വ്യക്തമാക്കിയിരുന്നു. കാരണം ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഇവിടെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നു എന്നത് സംബന്ധിച്ച് അവർക്കൊരു വ്യക്തത വന്നിരുന്നു. അത് ഏറ്റവും ആദ്യം അവിടെ ഉപരോധ സമരം അടക്കം നടന്ന സമയത്ത് തന്നെ അവർ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. ഇതിൽ ഞങ്ങൾ അത് സംശയിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ അവിടെ നിന്ന് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കതിൽ വലിയൊരു പങ്ക് ഈ കമ്പനിക്കുണ്ട് എന്ന രീതിയിൽ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അവർ അത് വ്യക്തമാക്കിയിരുന്നതാണ്. മറ്റിടങ്ങളിലെ പരിശോധനകളെല്ലാം തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ഇവർക്ക് ബോധ്യപ്പെട്ട ഒരു പരിശോധനയിലും സാഹചര്യത്തിലും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അലൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിക്കെതിരെ നടപടി വച്ചിരുന്നില്ല. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അവിടേക്ക് പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്നതിനടക്കം പല രീതിയിലുള്ള നിബന്ധനകളും ഉപാധികളും എല്ലാം തന്നെ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ നിശ്ചയിച്ച അളവിൽ പുറത്തേക്ക് വെള്ളം തള്ളുന്നുണ്ടോ അതെല്ലാം നിരീക്ഷിക്കാൻ ക്യാമറകളടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ നിഷ്കർഷിച്ച ഒരു കാര്യവും അവർ പാലിച്ചില്ല എന്ന് മാത്രവുമല്ല, ഈ ഒരു മഴയുടെ സാഹചര്യം മുതലെടുത്ത്
കണക്കിലെടുത്തുകൊണ്ട് നദിയിലേക്ക് മാലിന്യം ഒഴുക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ തന്നെ മാലിന്യം ഒഴുക്കുകയും ചെയ്തിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇത് സംബന്ധിച്ച് 2 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് ആദ്യം പുറത്തു വരുന്നു. ഇത് ഇന്ന് കൈമാറിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഇതിൽ രാസമാലിന്യം അത് വലിയ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ ആധികാരികമായ റിപ്പോർട്ട് വരാനുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം പരിശോധിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ജലസേചന വകുപ്പിന് കീഴിലുള്ള പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ ഷട്ടറുകൾ വളരെ പെട്ടെന്ന് ഉയർത്തിയതാണ്. മുന്നറിയിപ്പില്ലാതെ തന്നെ ഇത് ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തെ ഈ പെരിയാറ് ഓക്സിജൻ ലെവൽ കുറയുന്ന രീതിയിലേക്ക് പോയതെന്ന് പറയുന്നു. അതാണ് ഈ വലിയൊരു കൂട്ടക്കുരുതി, മത്സ്യക്കുരുതി തന്നെ ഇത് സംഭവിക്കുന്നതിനൊരു പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഈ രീതിയിലുള്ള ഒരു ജലസേചന വകുപ്പും വ്യവസായ വകുപ്പും ഇത് പരസ്പരം ബന്ധിച്ചുകൊണ്ട് ഒരു നടപടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു പരിഹാരത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പലരും തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡും അടയാളപ്പെടുത്തുന്നത്. ജലസേചന വകുപ്പിൻ്റെതായ യാതൊരു രീതിയിലുള്ള അറിയിപ്പും ഉണ്ടായില്ല. കാലങ്ങളായി, കുറേ നാളുകളായി റെഗുലേറ്റർ ബ്രിഡ്ജ് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. വളരെ കൂടുതൽ മാലിന്യങ്ങൾ വലിയ രീതിയിൽ അടിഞ്ഞുകൂടുന്നൊരവസ്ഥയിലേക്ക് വന്നു. വളരെ പെട്ടെന്ന് കൂടിയ അളവിൽ ഇത് ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് വലിയ തോതിലേക്ക് ഇങ്ങനെ വെള്ളം ഇരച്ചു കയറാൻ ഇവിടേക്ക് കാരണമാകുന്നത്. അത് ഈ മത്സ്യക്കുരുതിക്ക് തന്നെ കാരണമായതായും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് കുഫോസിൻ്റെ 7 സമിതിയുടെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ അപകടകരമായ അളവിൽ തന്നെ രാസമാലിന്യങ്ങൾ പുഴയിൽ കണ്ടെത്തിയതായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അവിടെ നിന്ന് ശേഖരിച്ച ചത്ത മത്സ്യങ്ങളടക്കം അവിടെ നിന്ന് ശേഖരിച്ചിരുന്നു. അത് വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെ ഈ രാസമാലിന്യങ്ങളുടെ അളവ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു മത്സ്യക്കുരുതിക്ക് തന്നെ ഫാമുകളിലടക്കം വലിയ രീതിയിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിന് കാരണമായതെന്ന് തന്നെയാണ് കുഫോസിൻ്റെ റിപ്പോർട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിൽ ചർച്ചയാകുന്ന 2 റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരിക്കുന്നു എന്നതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് വിശദമായ റിപ്പോർട്ട് ഇനി വരാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കുഫോസിൻ്റെ ഇപ്പോഴത്തെ പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വലിയ അളവിൽ തന്നെ ഇത് രാസമാലിന്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് എവിടെ നിന്നാണ് എപ്പോഴാണ് ഒഴുക്കിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം അവർ ആ കിട്ടിയ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇതിൽ ഇത്ര അളവ് രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട് എന്ന് പറയുവാൻ മാത്രമാണ്, അത് ഏതെല്ലാമാണ് എന്ന് മാത്രമേ ആ പരിശോധന വ്യക്തമാകൂ. മറ്റു കാര്യങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡും ബന്ധപ്പെട്ട വകുപ്പുകളും കണ്ടെത്തേണ്ടതാണ്. ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഇപ്പോൾ നിലവിലൊരു അലയൻസ് ഇൻഡസ്ട്രീസിന് മാത്രമാണ് പൂട്ട് വീഴുന്നത്. അത്തരത്തിൽ ആരൊക്കെയാണോ, ഏതൊക്കെ കമ്പനികൾ ചേർന്നാണോ ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പുഴയെ നാശമാക്കാൻ വേണ്ടി വിഷവാതകങ്ങൾ, രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വരുന്നവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം, മാതൃകാപരമായ നടപടി ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഇനിയും ഈ പ്രകൃതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കൂ. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ബാർകോഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കൃത്യമായ വിവരം പുറത്തു വരില്ല എന്ന് UDF കൺവീനർ MM ഹസൻ. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ടൂറിസം മന്ത്രിയെ രക്ഷിക്കാനാണ് എക്സൈസ് മന്ത്രി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ മുതലാളിമാരുടെ അസോസിയേഷനിൽ ഇത്തരത്തിൽ ചർച്ച നടക്കില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും ഹസൻ പറയും. രണ്ടാമത്തെ മന്ത്രിയാണ് ഈ ഡ്രൈ ഡേ മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇതിന്റെ 12 മണി വരെ നീട്ടുക ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണോ, കോടികൾ പിരിച്ചെടുക്കാനുള്ള ഈ ബാർ ഉടമകൾക്ക് നൽകുന്ന വാഗ്ദാനമായിട്ടാണോ? അതൊക്കെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. ആരുടെയെങ്കിലും ഉറപ്പ് കിട്ടാതെ ഏതെങ്കിലും അസോസിയേഷന് പണം ചോദിച്ചാൽ അവരുടെ അംഗങ്ങൾ പണം കൊടുക്കുമോ? മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പറഞ്ഞു അല്ല, അതൊക്കെ ഇപ്പൊ ആദ്യം ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. എല്ലാം കൂടി ഇപ്പൊ പറയാൻ പറ്റും. ഗവൺമെന്റ് ആ ആവശ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അറിയട്ടെ. അതിന്റെ മന്ത്രിമാരെല്ലാം പലരും വിദേശത്താണ്. സ്വദേശത്തേക്ക് വരുമ്പോൾ രാജിവെക്കണമെന്നായി പറഞ്ഞത്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം.
ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ്. നിയമസഭ വരുമ്പോൾ മുഖാമുഖം പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് ചോദിക്കാമല്ലോ. ഇതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പുതിയ ബാർകോഴ ആരോപണം പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ബാർകോഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കൃത്യമായ വിവരം പുറത്തുവരില്ല എന്നാണ് UDF കൺവീനർ MM ഹസൻ പറയുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണത്തിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സർക്കാരിന്റെ തന്നെ അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല, സർക്കാർ വെട്ടിലാവുന്ന പുതിയ ആരോപണത്തിൽ എന്നാണ് MM ഹസൻ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, അതായത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ആരോപണം വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിന് ഇടയിലാണ് ഇന്ന് UDF ഏകോപന സമിതി യോഗം ചേർന്ന് തുടർ പ്രതിഷേധ സമരങ്ങൾ, അതായത് പ്രത്യക്ഷ സമരം ഇനി എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി എടുത്തിരിക്കുന്ന തീരുമാനം വരുന്ന ജൂൺ 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെടും. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കും. അതോടൊപ്പം തന്നെ 2 മന്ത്രിമാർ, അതായത് എക്സൈസ് മന്ത്രി MP രാജേഷും ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് വേണം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ എന്ന കാര്യവും പ്രതിപക്ഷം ഉന്നയിക്കും. അതിന് സർക്കാർ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് പോവുക എന്നൊരുമായി അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. തൃത്താലയിൽ ഇന്ന് MP രാജേഷിന്റെ ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് സമാനമായ തരത്തിൽ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധ പരിപാടികൾ കാണും. പക്ഷേ ഔദ്യോഗികമായി നിയമസഭയിൽ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുമ്പോട്ട് വരിക എന്നൊരു രാഷ്ട്രീയ തീരുമാനമാണ് UDF കൈക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ ഒരു അവസരമാണ്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി അത് പരമാവധി ഉപയോഗിക്കാനുള്ള ഒരു നീക്കം തന്നെ UDFന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു വേണം കരുതാൻ. ഭവ്യ, തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന പുതിയ ബാർകോഴ ആരോപണത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മഴ തുടരുന്നുവെങ്കിലും തീവ്രത കുറഞ്ഞു. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണവും സംഭവിച്ചു. എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കുടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. തൃശൂർ വെള്ളറക്കാട് 14-കാരൻ മുങ്ങി മരിച്ചു. പാടത്ത് കൃഷിക്കായി തയ്യാറാക്കിയ കുഴിയിലാണ് മുങ്ങി മരിച്ചത്. വെള്ളത്തിൽ വീണ കൂട്ടുകാരൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു മരണം. കാസർകോട് വെള്ളൂരിൽ ഇടിമിന്നലേറ്റ് വയോധികൻ മരണപ്പെട്ടു. ദേവരഗുത്തു ഗംഗാധര റായ് ആണ് മരിച്ചത്. വീടിനകത്തിരിക്കുമ്പോൾ ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു. കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകർന്നു. ഇരുളാവുമ്മൽ രാജീവന്റെ വീടാണ് തകർന്നു വീണത്. സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലും കടലാക്രമണം ശക്തമായി തുടരുന്നുണ്ട്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാണ്. ഗൂഗിൾ മാപ്പ് സഹായത്തോടെ യാത്ര ചെയ്യുന്നതിനിടെ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കോട്ടയം കുറുപ്പന്തറ കടവിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ കരയ്ക്ക് കയറ്റി. കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാറിൽ യാത്ര ചെയ്ത ശേഷം അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ കുറുപ്പന്തറ കടവിലെത്തിയത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റി ഈ തോട്ടിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു. അവിടെ കേവലം ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒരു വളവുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാതെ നേരെയും റോഡുണ്ട്. ഈ നേരെ പോകുന്ന റോഡ് ഈ തോട്ടിലേക്കാണ് പതിക്കുന്നത്. അതാണ് ഇവരെ അപകടത്തിൽ എത്തിച്ചത്. എന്തായാലും ഈ വാഹനത്തിന്റെ പിൻഭാഗത്തുകൂടിയുള്ള വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു, തോട്ടിലേക്ക് വെള്ളം വീണപ്പോൾ തന്നെ. അതുകൊണ്ടാണ് മറ്റ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്.
തുടർച്ചയായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറുമ്പന്തറ കടവിലെ ഈ തോടിന്റെ ഭാഗം. ഈ അപകടത്തിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും PWD അടക്കം ഒരു കൃത്യമായ സൈൻ ബോർഡുകൾ വെക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും എന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതിനകം പെടുത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് MLA മോൻസ് ജോസഫും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തൽക്കാലത്തേക്ക് ഒഴിവായി എന്നത് മാത്രമാണ് കുറുപ്പന്തറയിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഫോർഡ് എൻഡവർ കാറാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് തിരുവനന്തപുരം ജഗതി സ്വദേശി ഗിരിജ. രാത്രി 12 മണിയോടെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായി വീടിനുള്ളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഓടുകൾ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ട് കിടക്കയിൽ നിന്ന് എണീറ്റ് മാറുമ്പോഴേക്കും മേൽക്കൂര പൂർണ്ണമായി വീണു കഴിഞ്ഞിരുന്നു. അർദ്ധരാത്രിയോടെയാണ് ജഗതിയിൽ വീട് ഇടിഞ്ഞു വീണത്. കനത്ത മഴ അനുഭവപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് ഗിരിജ എന്ന ആളാണ്. ചേച്ചി മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ച ഒരു 12 മണിയായപ്പോൾ അപ്പുറത്ത് അടുക്കളയുടെ തൊട്ടടുത്ത മുറിയിൽ ഒരു സൗണ്ട് കേട്ട് ഞാൻ ചാടി വീണ് എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓട് വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ എളുപ്പം ഒന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അപ്പൊ 12:05 മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിങ്ങനെ നിന്നത് ഇത് മൊത്തം താഴെ വീണു. ഫാൻ ഉൾപ്പെടെ താഴെ അങ്ങ് വീണു. കിടന്നിരുന്നെങ്കിൽ മരണം ഓക്കെ, എങ്കിൽ മോർച്ചറിയിൽ ഇന്ന് റെഡിയാവും. ഈ ശബ്ദം കേട്ട് എണീറ്റ് മാറുകയായിരുന്നു. ശബ്ദം കേട്ടോണ്ട് എന്തെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാ. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഈ ഉത്തരവും പട്ടികയെല്ലാം എല്ലാം കൂടെ ഒത്തു വീണു. ഒരു ഭയങ്കര സൗണ്ടായിരുന്നു. അയൽവക്കാരൊക്കെ എണീറ്റ് ലൈറ്റിട്ട് വന്ന എല്ലാരും ഇവിടെ വന്ന് നിന്നായിരുന്നു എന്തെന്നറിയാൻ. ഈ കിടപ്പുമുറിയും അതിന് തൊട്ടടുത്തുള്ള മുറിയും പോയല്ലേ? കിടപ്പുമുറിയും തൊട്ടടുത്ത മുറി ഈ മുറിയും പോയി. 3 മുറിയും പോയി. അടുക്കള വാർത്തിട്ടതായോണ്ട് ഒന്നും പറ്റിയില്ല. അടുക്കളയും ബാത്റൂമും വാർത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമില്ല. ബാക്കി എല്ലാ മുറിയും റെഡി. ഞാൻ അൺമാരീഡാ. ഞാൻ തൈക്കാട് ES ഓഫീസിന്റെ എതിർവശത്ത് ഒരു കുഞ്ഞു തട്ടുകട നടത്തുന്നു. അത് തന്നെ ഉപജീവന മാർഗം. MLA വന്നു, കൗൺസിലർ വന്നു, പിന്നെ അസിസ്റ്റന്റ് തഹസിൽദാർ വന്നു, വില്ലേജ് ഓഫീസർ വന്നു, കോർപ്പറേഷനിൽ HR വന്നു, കോർപ്പറേഷനിൽ വേറെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മേയർ മീറ്റിംഗ് നടക്കണം, അത് കഴിഞ്ഞ് മേയർ വരും. അവരെല്ലാരും പറഞ്ഞു നഷ്ടപരിഹാരം ഉടനെ റെഡിയാക്കാന്ന്. റെഡിയാക്കിയിട്ട് പറയാം. കിടക്കാൻ ഞാൻ ആ ബ്രദറിന്റെ വീട്ടിൽ തൽക്കാലം കിടക്കും. ഇത് നാളെ കൊണ്ട് ഇത് മൊത്തം വെളിയിലാക്കിയിട്ട് ഇത് ടാർപോളിൻ മേടിച്ച് കെട്ടിയിട്ട് പിന്നെ അത് തന്നെ. ഈ വീട് അമ്മയുടെ പേരിനിരിക്കുകയാണ്. അമ്മ മരിച്ചിട്ട് 20 വർഷമായി. അപ്പൊ ഇനി അത് എന്റെ പേരിനാക്കിയ വീട് ലൈഫ് മിഷനിൽ കൊടുത്ത് ശരിയാക്കാന്ന് MLA പറഞ്ഞായിരുന്നു. ഒന്നും പറ്റിയില്ല. അത് വലിയ ആശ്വാസം. ഏതായിരുന്നാലും ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് മാറിയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഗിരിജ രക്ഷപ്പെട്ടു. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പ്രതികൂല കാലാവസ്ഥയും പാലക്കാട്ടെ നെൽകർഷകർക്ക് തിരിച്ചടിയാകുന്നു. തുടർച്ചയായ മഴ ഞാറ്റടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിത്തു സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയും കർഷകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒന്നാം വിളയിലും രണ്ടാം വിളയിലുമായി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ കുടിശ്ശിക നൽകാനുണ്ട്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ ബാങ്കുകൾ അനാസ്ഥ തുടരുകയാണ്. ഈ വർഷത്തെ ഒന്നാം വിള കൃഷിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ വിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുമില്ല. മെയ് ആദ്യവാരത്തിന് ശേഷമെങ്കിലും വേനൽ മഴ ലഭിക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. മഴ തുടരുന്നതോടെ ഞാറ്റടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം വിത്ത് പോലും കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായി. വിത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിഭവനിലൂടെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പ്രാവശ്യം അതും ഇല്ലാത്തൊരവസ്ഥ. കാലാവസ്ഥയാണെങ്കിൽ വളരെയേറെ പ്രതികൂലം. വേനൽമഴ ഇല്ലാത്തത് കാരണം പൊടിവത വിതയ്ക്കാനോ മറ്റൊന്നും മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ വെള്ളമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഞാറുപാകണമെങ്കിൽ അതിനും പ്രയാസം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്താൽ സർക്കാരാണെങ്കിൽ പണം തരുന്നില്ല. കഴിഞ്ഞ ഒന്നാം വിളൻ്റെ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ടാം വിള എടുത്തതിൽ പലർക്കും PRS കൈവച്ച് ലോണിന് വേണ്ടി ബാങ്കുകാർ കയറിയിറങ്ങുകയാണ്.
അത് കർഷകരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റ് നിത്യനിദാന ചെലവുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. 4 മാസമായി കൊയ്തിട്ട് 1 മാസം വീട്ടിൽ നെല്ല് കെട്ടണം. നെല്ലെടുത്തിട്ട് പോയി 3 മാസമായി. PR ചെയ്തിട്ട് 12 3 പ്രാവശ്യം ബാങ്കിൽ പോയി. 3 പ്രാവശ്യം പേരെ വന്നിട്ടില്ല. അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞ് യാതൊരു കാര്യമില്ല. അവർ സപ്ലൈ കോളേജിൽ ഇങ്ങോട്ട് അയച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ PR 3 ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ലോൺ അയച്ചാൽ തരുള്ളൂ. എല്ലാവരും തരില്ല. ബാങ്കുകൾ മാറി മാറി പോയി എപ്പോഴേക്ക് അവിടെ ഏതും കിട്ടാൻ പറ്റില്ല. എനിക്ക് കിട്ടാനും പറ്റില്ല. നെല്ല് വിത്ത് വാങ്ങണ അന്ന് വിത്ത് കിട്ടിയില്ല. ഇപ്പോൾ വിത്ത് വാങ്ങണ 45 റുപ്യ ഉള്ളൂ 1 കിലോ വിത്തിന്. അത് എവിടെയും പോയി വാങ്ങിയിട്ട് വരണം. 2 പൂവലായിട്ടാണ് പാലക്കാട്ടെ നെൽകൃഷി രീതി. ആദ്യത്തെ പൂവൽ തന്നെ കൃഷിയിറക്കാനാവാത്ത സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് 18 പാലക്കാട്. കാസർകോട് പടന്നക്കാട് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഏറെ പ്രയാസപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പ്രതിഷേധവുമായി എത്തിയവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഇതിനിടയിൽ പ്രതിക്കെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 2 വീടുകളിൽ കവർച്ച നടത്തിയതിനാണ് കേസ്. കുടക് സ്വദേശിയായ പ്രതി PA സലീമിനെ ആന്ധ്രയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇന്ന് പ്രതിയെയും കൊണ്ട് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. 100 കണക്കിന് പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രതിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഏതായാലും ഇത് പ്രവർത്തകരെ ഇത്തരത്തിൽ പിരിച്ചുവിടാൻ, ഇത്തരത്തിൽ ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് വരെ വീശുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ പോലീസിനെ സുരക്ഷിതമായി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. വലിയ തോതിലുള്ള ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. ഏതായാലും വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ കാണാൻ സാധിച്ചിരുന്നത്. അതിന്റെ ആവശ്യമില്ല. ഓനെ മുഖം കാട്ടിക്കട്ടെ. ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ആക്കുമ്പോൾ എന്തിനു മുഖം ആവശ്യം? മുഖം മറക്കേണ്ട ആവശ്യം നാട്ടുകാർക്ക് കാണണം. നാളെ ചെയ്യില്ലാന്ന് ഉറപ്പില്ലേ? എത്ര കേസിൽ പ്രതി നിങ്ങൾക്കറിയില്ലേ? നമുക്കറിയാനാ. അതുകൊണ്ട് തന്നെ പറയാം. മോഷണമായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. ഈ വീട്ടിൽ പുലർച്ചെ 2:30 എത്തുകയും ആ സമയത്ത് വാതിൽ തുറന്നത് കണ്ട് ഈ കുട്ടിയെ എടുത്ത് കമ്മൽ മോഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇതിനിടയിൽ കുട്ടി ഒച്ച വയ്ക്കുകയും കരയുകയും ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഏതായാലും പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അത്തരത്തിലുള്ള തെളിവുകൾ ഇതിൽ നിർണായകമായി. ഇതിലേറ്റവും പ്രധാനം ഈ പ്രതി ആന്ധ്രാപ്രദേശിൽ നിന്നും തന്റെ ബന്ധുവിനെ ഫോൺ വിളിച്ചതാണ്. ഈ ഫോൺ വിളിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായതെന്ന് ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് പറഞ്ഞു. പ്രതിക്ക് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ്. നേരത്തെ 2-3 കേസുകളിൽ പ്രതിയാണ്. സമാനമായ ഒരു കേസ് 2022 ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എവിടെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇതിന്റെ ഈ സംഭവ ദിവസം നടന്നു വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു. അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റോ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറിയപ്പോൾ കുട്ടി കിടക്കുന്നത് കണ്ടു. അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഈ മാസം 15-നാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ പ്രതിക്കെതിരെ നേരത്തെയും കേസുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാണ് കേസ്. നിലവിൽ 2 കേസുകൾ കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് 13-ാം തീയതി സംഭവം നടക്കുന്നതിന് മുമ്പ് 13-ാം തീയതി ഈ പ്രദേശത്ത് തന്നെ പഠന കവർച്ച നടത്തിയിരുന്നു. അതിൽ ഒരു
വീട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുകയും ഇയാൾ പിൻവശത്തെ വാതിലൂടെ രക്ഷപ്പെടുകയുമായിരുന്നു. അവിടെ നിന്നും മുക്കുപണ്ടമായതിനാൽ അന്ന് ഇതിൽ ഇവർക്ക് പരാതിയില്ലായിരുന്നു. ഏതായാലും ഈ കേസിലും ഒപ്പം മറ്റൊരു വീട്ടിലും ഇതേപോലെ സമാനമായ കവർച്ചാ ശ്രമം നടത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായി. ഒപ്പം ഇനി കൂത്തുപറമ്പുള്ള ജ്വല്ലറിയിലാണ് ഇയാൾ ഈ കുട്ടിയുടെ കാതിൽ കമ്മൽ വിൽപ്പന നടത്തിയത്. അവിടെ എത്തി തെളിവെടുപ്പ് എടുത്താറുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എന്തായാലും അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പാലക്കാട് കാവശ്ശേരിയിൽ കെൽപ്പാം സ്ഥാപിച്ച അരിമില്ല് പ്രവർത്തനം ആരംഭിക്കാത്തത് സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന ആക്ഷേപം. കെട്ടിടം നിർമ്മിച്ച് യന്ത്രസാമഗ്രികളെല്ലാം സ്ഥാപിച്ചെങ്കിലും ട്രയൽ റൺ പോലും നടത്താനാകാതെ കിടക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെൽപ്പാം 2017 ആലത്തൂർ കാവശ്ശേരിയിൽ അരിമില്ലിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2021 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് യന്ത്രസാമഗ്രികൾ സ്ഥാപിച്ചു. പക്ഷേ 3 വർഷമായിട്ടും മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 9,61,00,000 ചെലവിലാണ് 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മില്ല് സ്ഥാപിച്ചത്. അനുബന്ധ പ്രവൃത്തികൾക്കായി ഒന്നി സമർപ്പിച്ചെങ്കിലും സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള മില്ലായിട്ട് പോലും വൈദ്യുതി കണക്ഷനും ലൈസൻസും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം സ്വകാര്യ അരിമില്ലുകൾ പാലക്കാട് കൂണുപോലെ മുളച്ചു പൊങ്ങുന്നുണ്ട്. കെൽപ്പാമിന്റെ അരിമില്ല് യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മില്ലുകൾക്ക് തിരിച്ചടിയാകും. സ്വകാര്യ ലോബിയുടെ ഇടപെടലാണ് അരിമില്ല് വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. ഇവിടെ വൈകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പണികളും പൂർത്തിയാക്കാൻ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പല പണികളും പൂർത്തിയാക്കാൻ കൂട്ടാക്കുന്നില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വകാര്യ മില്ല് അതിലേക്ക് എന്തെങ്കിലും ചൂഷണം ചെയ്യണമെന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ സംശയമൊക്കെ അതാണ്. പക്ഷേ ഇവിടെ പണി നടത്തുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി, ഇതിന് മുന്നേ ഇവിടെ കുറേ സ്ത്രീകൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അവരെല്ലാം ജോലി നഷ്ടപ്പെട്ടു. അതിനെല്ലാം ഇന്ന് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇവിടെ വന്ന് സമരം ചെയ്ത് ആ പണിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. ഇപ്പോൾ വീണ്ടും അവരെന്നെയാണ് ഇതിനെ വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു സംശയം. സ്വാതി ജംഗ്ഷനിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിനോട് ചേർന്ന് കൃഷിവകുപ്പ് ആരംഭിച്ച ആധുനിക അരിമില്ല് പൂട്ടിയതിനു പിന്നിലും സ്വകാര്യ ലോബിയുടെ ഇടപെടലുണ്ടായിരുന്നെന്നാണ് കർഷകരുടെ ആരോപണം. യന്ത്രങ്ങൾ തുരുമ്പെടുത്തു പോകുമെന്ന ആശങ്ക കർഷകർ പങ്കുവെക്കുമ്പോഴും മില്ല് എപ്പോൾ തുറക്കാനാകുമെന്ന കാര്യത്തിൽ അധികൃതർ കൈമലർത്തുന്നു. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അരിമില്ല്. സ്വകാര്യ മേഖലയിൽ എത്രയോ അരിമില്ലുകൾ പാലക്കാട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ എത്രയോ അരിമില്ലുകൾ പാലക്കാട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ ഇതുപോലെ നിർമ്മാണം ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുവരെയും ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. 2017 ആരംഭിച്ചതാണ്. സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മില്ലിങ്ങിനെ അടച്ചിടുന്നത് എന്നാണ് ആക്ഷേപമുയരുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. സ്വർണ്ണവെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവൻ 52,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.